Good morning friends, welcome to my video lecture on signals and system. Today we are going to discuss complex exponential Fourier series. നമ്മൾ ട്രിഗ്നോമാറ്റിക് Fourier series നോക്കിയായിരുന്നു. അപ്പം അടുത്തൊരു Fourier series ആണ് എക്സ്പോണൻഷ്യൽ Fourier series. നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഓക്കെ, ട്രിഗ്നോമെട്രിക് Fourier സീരീസിനകത്ത് എന്താണ് ചെയ്തത്? നമുക്കൊരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ഉണ്ട്, അത് പീരിയോഡിക് ആയിരിക്കും. അതിനെ സൈൻ ടൈംസിൻ്റെയും കൊസൈൻ ടൈംസിൻ്റെയും സം ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം അല്ലേ. അതുപോലെ തന്നെ ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സിഗ്നൽ എക്സ് ഓഫ് ടി ഉണ്ടെങ്കിൽ ആ എക്സ് ഓഫ് ടിയെ നമുക്ക് എക്സ്പോണൻഷ്യൽ സിഗ്നൽസിൻ്റെ സമ്മേഷനായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. അതായത് എക്സ് ഓഫ് ടി ക്യാൻ ബി റെപ്രസെൻറ്റ് ആസ് x of t equal to summation n tends to minus infinity to infinity cn e raised to jn omega 0 t e raised to jn omega 0 t. ഈ ഒരു ഫോർമാറ്റിൽ എഴുതുന്നതിനാണ് നമ്മൾ എക്സ്പോണൻഷ്യൽ Fourier സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ട്രിഗ്നോമെട്രിക് Fourier സീരീസിൽ നിന്ന് ഡിറൈവ് ചെയ്ത് ഈ ഒരു എക്സ്പ്രഷനിലോട്ട് വരാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇവിടെ ഈ സി എൻ എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ Fourier കോഎഫിഷ്യന്റ് എന്ന് പറയും. അതിനൊരു വാല്യൂ ഉണ്ട്. സി എൻ ഈസ് ഈക്വൽ ടു 1/t ഇന്റഗ്രൽ എക്സ് ഓഫ് ടി ഇ റൈസ് ടു മൈനസ് ജെ എൻ ഒമേഗ 0 ടി ഡി ടി ഓഫ് ദി ഇന്റർവൽ -π/2 ടു +π/2. അത് ഒരു സൈക്കിൾ എന്താണോ ആ ഒരു സൈക്കിളിന്റെ ടൈം പീരീഡ് അതായിരിക്കും ഇവിടെ വരിക. അപ്പോൾ ഇതാണ് ഒരു കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ Fourier സീരീസിന്റെ ജനറൽ റെപ്രസെൻറ്റേഷൻ. ഇതാണ് റെപ്രസെൻറ്റേഷൻ. അതിനകത്ത് ഉള്ള കോഎഫിഷ്യന്റ് ആണ് സി എൻ. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് നോക്കാനുള്ളത്, നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നത് Fourier സീരീസ് ഇൻ ട്രിഗ്നോമെട്രിക് ഫോം ആണ്. ട്രിഗ്നോമെട്രിക് Fourier സീരീസിനെ എക്സ്പോണൻഷ്യൽ Fourierസിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം, ആ ഒരു ഡെറിവേഷനാണ് അടുത്ത് നോക്കേണ്ടത്. ഓക്കെ, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ദി ട്രിഗ്നോമെട്രിക് Fourier സീരീസ് ഓഫ് എ സിഗ്നൽ, പീരിയോഡിക് സിഗ്നൽ ഈസ് ഗിവൺ ബൈ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എങ്ങനെയായിരുന്നു a0 പ്ലസ് സമ്മേഷൻ n ടെൻസ് ടു 1 ടു ഇൻഫിനിറ്റി a n cos n omega 0 t പ്ലസ് ബി എൻ സൈൻ എൻ ഒമേഗ 0 ടി. ഇതാണ് എക്സ് ഓഫ് ടി. നമ്മൾ എന്താണ് ട്രിഗ്നോമെട്രിക് Fourier സീരീസിൽ എഴുതിയാൽ ഇൻ ട്രിഗ്നോമെട്രിക് Fourier സീരീസ് റെപ്രസെൻറ്റേഷനിലുള്ള എക്സ് ഓഫ് ടി ആണ് ഇവിടെ നമ്മൾ. ഇതിനകത്ത് എ എന്നിൻ്റെയും ബി എന്നിൻ്റെയും എ സീറോയുടെയും വാല്യൂ കണ്ടുപിടിക്കുന്നതൊക്കെ നമ്മൾ നോക്കിയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇവിടെ നമുക്ക് ഇതിൽ നിന്നും ഈ ഒരു എക്സ്പ്രഷനിൽ നിന്നും എന്തിലോട്ട് എത്തിച്ചേരണം? ഈ ഒരു എക്സ്പ്രഷനിൽ നിന്നും നേരത്തെ ഞാൻ എഴുതിയ എക്സ്പോണൻഷ്യൽ Fourier സീരീസിന്റെ എക്സ്പ്രഷനിലോട്ട് എത്തിച്ചേരണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ചെയ്യുന്നത്, ഫസ്റ്റിലെ ആ ഡെറിവേഷൻ നോക്കുക. ആ ഡെറിവേഷനിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഒരു ഐഡന്റിറ്റി യൂസ് ചെയ്യും, നോൺ ആസ് Euler's ഐഡന്റിറ്റി. അതെന്താ പറയുന്നത്? Euler's ഐഡന്റിറ്റി പറയുന്നത് e raised to j theta can be represented as e raised to j theta is equal to cos theta plus j sin theta. Okay, e raised to j theta is cos theta plus j sin theta, and e raised to minus j theta is equal to cos theta minus j sin theta. Cos theta minus j sin theta. Clear? അപ്പോൾ e raised to j theta-യുടെയും e raised to minus j theta-യുടെയും വാല്യൂ കിട്ടി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? e raised to j theta plus e raised to minus j theta is equal to റൈറ്റ് ഹാൻഡ് സൈഡ് രണ്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പം cos theta plus j sin theta plus cos theta minus j sin theta. അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്യുമ്പം ഈ രണ്ട് ടൈം ക്യാൻസൽ ഔട്ട് ആയി പോകും.
എന്നിട്ട് നമുക്ക് കിട്ടുക 2 cos θ എന്നായിരിക്കും. ക്ലിയർ? 2 cos θ എന്ന് കിട്ടി. ഇനി ഇതിനകത്തുനിന്ന് cos θ നമുക്ക് എന്തെന്ന് കിട്ടും? ഇതിനകത്തുനിന്ന് cos θ ഈക്വൽ ടു e raised to j theta പ്ലസ് e raised to minus j theta by 2 എന്ന് കിട്ടും. ക്ലിയർ? അത് കണക്ക് ഈ e raised to j thetaയും e raised to minus j thetaയും സബ്ട്രാക്ട് ചെയ്ത് എന്ത് പറ്റുക? ഇതിപ്പം ആഡിങ്. ഇനി അത് കണക്ക് സബ്ട്രാക്ടിങ് നമുക്ക് എന്താ പറ്റുക? സബ്ട്രാക്ട് ചെയ്ത് നോക്കുക. e raised to j theta minus e raised to minus j theta is equal to cos theta plus j theta minus cos theta plus j theta. അപ്പം കോസിന്റെ ടൈം കട്ടായി പോകും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ. കോസിന്റെ ടൈം കട്ടായി പോകുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുക? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2j sin theta എന്ന് കിട്ടും. ക്ലിയർ? ഇതും സബ്ട്രാക്ട് ചെയ്യും. അപ്പം 2j sin theta. അതിനകത്തുനിന്ന് നമുക്ക് sin thetaയ്ക്ക് ഒരു വാല്യൂ കിട്ടും. sin theta is equal to e raised to j theta minus e raised to minus j theta by 2j. അപ്പം sin thetaയുടെയും cos thetaയുടെയും വാല്യൂ നമ്മൾ എഴുതി. sin thetaയുടെ വാല്യൂ എഴുതി, cos thetaയുടെ വാല്യൂ എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ നമ്മുടെ ഫോറിയർ സീരീസിനകത്ത് cos n omega 0t sin n omega 0t ഉണ്ട്. ഇവിടെ നമുക്ക് sin തീറ്റയുടെ വാല്യൂ, cos തീറ്റയുടെ വാല്യൂ, sin തീറ്റയുടെ വാല്യൂ, അത് രണ്ടുമാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതേ ഫോമാറ്റ് എഴുതണം. അതായത് cos n omega 0t എന്താണെന്ന് എഴുതണം. അപ്പൊ അത് നമുക്ക് ഇങ്ങനെ എഴുതാം. therefore cos n omega 0t is given by n omega 0t ആകുമ്പം e raised to j n omega 0t plus e raised to minus j n omega 0t divided by 2. cos n omega 0t അങ്ങനെ വരും. അതുപോലെ sin n omega 0t എങ്ങനെ വരും? e raised to j n omega 0t minus e raised to minus j n omega 0t divided by 2j എന്ന് വരും. divided by 2j എന്ന് വരും. അപ്പം നമുക്ക് ഏതൊക്കെ കിട്ടി? cos n omega 0tയുടെ വാല്യൂ കിട്ടി, sin n omega 0tയുടെ വാല്യൂ കിട്ടി. അത് രണ്ടും ഈ എക്സ്പ്രഷൻ അത് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇവിടെ നിന്ന് വാങ്ങിക്കുവാണ്. നോക്കിയേ, ഇവിടെ cos n omega 0tയുടെ വാല്യൂ ഇത്രയാണ്, sin n omega 0tയുടെ വാല്യൂ ഇത്രയാണ്. അത് ഇവിടെയും ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: x of t is equal to a0 plus summation n tends to 1 to infinity an. ഇനി cos n omega 0tക്ക് വരും ഈ വാല്യൂ. അപ്പം e raised to j n omega 0t plus e raised to minus j n omega 0t by 2 plus ഇനി sin n omega bn into sin ന് പകരം ഇത് sin n omega 0t വരും. അപ്പോൾ e raised to j n omega 0t minus e raised to minus j n omega 0t divided by 2j ഇങ്ങനെയായി മാറും. നമ്മുടെ ഫോറിയർ സീരീസിനെ ഇങ്ങനെയാക്കി മാറ്റാം. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമ്മൾ കുറച്ച് റീഅറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇവിടെ ഇപ്പം ബൈ 2j ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ x of t equal to a0 plus summation n tends to 1 to infinity നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ a n മൈനസ് j b n, അതായത് ഇവിടുത്തെ j
മേലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ -jbn എന്നിട്ട് അത് കോമൺ എടുക്കുമ്പം e⁻jn ω0t e⁻jn ω0t by 2, okay, plus an plus jbn e⁻jn ω0t divided by 2. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, റീഅറേഞ്ച് ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരുന്നു. ഓക്കെ, ഇങ്ങനെയായി മാറുന്നു എക്സ്പ്രഷൻ. ഇനി നമ്മൾ ഇവിടെ സപ്പോസ് നമ്മൾ cn ഒരു വാല്യൂ സപ്പോസ് ചെയ്യുന്നത്, ലെറ്റ് cn ഈക്വൽ ടു 1/2 an minus jbn. ഈ an minus jbn by 2 അങ്ങനെ cn എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? x of t equal to ഒരു മിനിറ്റ്, cn നമ്മൾ ഇങ്ങനെ എഴുതി. അതേപോലെ തന്നെ c മൈനസ് n, എൻ്റെ സ്ഥാനത്ത് മൈനസ് ഇട്ട് കഴിഞ്ഞാൽ c മൈനസ് എന്നിനെ 1/2 an plus jbn എന്ന് എഴുതാം. 1/2 an plus jbn എന്ന് എഴുതാം. Where c minus n is the complex conjugate of cn. cnന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ് c മൈനസ് n എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ an plus jbn, an minus jbn എന്നുള്ളതിൻ്റെ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ, കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുക്കുമ്പോൾ an plus jbn എന്നാകും. അതാണ് c മൈനസ് n എന്നിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വാല്യൂസ് നമ്മൾ ഇതിനകത്ത് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എങ്ങനെ വരും? x of t equal to c0 plus summation n tends to 1 to infinity. That means n for the positive values the coefficient is cn e⁻jn ω0t. ഈ ഇതിനെ നമുക്ക് റീപ്ലേസ് ചെയ്ത് എന്ത് എഴുതി? cn എന്ന് എഴുതി. അത്രേ ഉള്ളൂ. cn e⁻jn ω0t പ്ലസ് സമ്മേഷൻ n ഫ്രോം -∞ to -1, അതായത് നെഗറ്റീവ് സൈഡിൽ ഉള്ള വാല്യൂസ് ആണ് പറയുന്നത്. n from 1 to infinity cn എഴുതി. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ കോൺജുഗേറ്റ് ടേംസ് കൂടെ n from 1 to infinity c minus n e⁻jn ω0t. ക്ലിയർ? അതായത് an plus jbn by 2 ഞാൻ c minus n എന്ന് കിട്ടും. സമ്മേഷൻ n to 1 to infinity, അതായത് cnന്റെ ഈ ടേമും അതിൻ്റെ കോൺജുഗേറ്റ് ടേമും കൂടെ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? അതായത് x of t equal to c0 plus summation n tends to 1 to infinity cn e⁻jn ω0t plus summation n tends to -∞ to -1 അതായത് ഇവിടെ 1 to infinity ആയി, ഇവിടെ 0 അടുത്ത ടൈം ഉണ്ട്. ഇനി -∞ തൊട്ട് -1 വരെയുള്ള ടൈം എന്ന് പറയുമ്പം ഈ c മൈനസ് എന്നിനെ c പ്ലസ് എന്ന് എഴുതി. c പ്ലസ് n e⁻jn ω0t എന്ന് റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ നമുക്ക് x of t യെ 3 ടൈംസ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. 0th ടൈം, പോസിറ്റീവ് സൈഡിലുള്ള ടൈംസ്, നെഗറ്റീവ് സൈഡിലുള്ള എക്സ്പോണൻഷ്യൽ ടൈംസ്. ഓക്കെ, അപ്പോൾ ഇതിനെ മൊത്തത്തിൽ നമുക്ക് എങ്ങനെ കാണിക്കാം? ഓവർ ആൻഡ് ഇൻറ്റഗ്രൽ കാണിക്കുവാണെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. x of t is equal to
summation n tends to minus infinity to plus infinity Cn e raised to j n omega 0 t എന്ന് എഴുതാം. 3 ടേംസ് n tends to minus infinity to plus infinity Cn e raised to j n omega 0 t. Cn 0 വരുമ്പോൾ n 0 വരുമ്പോഴുള്ള വാല്യൂ ഇത്, n പോസിറ്റീവ് വരുമ്പോഴുള്ള വാല്യൂ ഇത്, n നെഗറ്റീവ് വരുമ്പോഴുള്ള വാല്യൂ ഇത്. ഓക്കെ, അപ്പം ഇതിനകത്ത് നമുക്ക് സി എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. സി എന്നിന്റെ വാല്യൂ എങ്ങനെയാണ് എഴുതുന്നത്? സി എൻ ഈസ് ഇക്വൽ ടു, നേരത്തെ നമ്മൾ എഴുതിയിരുന്നു ഹാഫ് ഇൻറ്റു എ എൻ മൈനസ് ജെ ബി എൻ ആണ് സി എൻ. ഇതാണ്ട് ഈ ഇക്വേഷൻ എ എൻ മൈനസ് ജെ ബി എൻ ആണ് സി എൻ. ദാറ്റ് മീൻസ് ഈസ് ഇക്വൽ ടു 1/t ഇന്റഗ്രൽ minus pi by 2 to plus pi by 2 x of t cos n omega 0 t minus cos n omega 0 t minus j sin n omega 0 t dt. അതാണ് സി എന്നിന്റെ വാല്യൂ കിട്ടുക. അതിൽ നിന്നും നമുക്ക് സി എൻ ഈക്വൽ ടു എങ്ങനെ എഴുതാം? സി എൻ ഈക്വൽ ടു അതിൽ നിന്നും സി എൻ ഈക്വൽ ടു 1/t ഇന്റഗ്രൽ ഓവർ ദ പീരീഡ് എക്സ് ഓഫ് ടി കോസ് എൻ ഒമേഗ 0 ടി മൈനസ് ജെ സൈൻ എൻ ഒമേഗ 0 ടി എന്നല്ലേ. അപ്പോൾ സി എൻ ഈസ് ഈക്വൽ ടു 1/t ഇന്റഗ്രൽ മൈനസ് പൈ ബൈ 2 ടു പ്ലസ് പൈ ബൈ 2. ഈ ഒരു ടേമിനെ നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് എക്സ് ഓഫ് ടി ഇ റൈസ് ടു മൈനസ് ജെ എൻ ഒമേഗ 0 ടി ഡി ടി, ഇ റൈസ് ടു മൈനസ് ജെ എൻ ഒമേഗ 0 ടി ഡി ടി. ഓക്കെ, ഇതാണ് കോഎഫിഷ്യന്റിന്റെ ഇക്വേഷൻ, ഇതിനകത്ത് നിന്നുള്ള ഡെറിവേഷൻ. അതുപോലെ നമുക്ക് സിമിലർലി സി മൈനസ് എൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്നുള്ള ടേമിലാണ് വരിക. അപ്പം 1/t ഇന്റഗ്രൽ മൈനസ് പൈ ബൈ 2 ടു പ്ലസ് പൈ ബൈ 2 എക്സ് ഓഫ് ടി ഇ റൈസ് ടു ജെ എൻ ഒമേഗ 0 ടി ഡി ടി. വ്യത്യാസം മനസ്സിലാക്കി, ഇവിടെ മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആണ്, അതാണ് വ്യത്യാസം. ഓക്കെ, അപ്പം നമ്മൾ സി എൻ കോഎഫിഷ്യന്റ് ടേം കിട്ടി. അപ്പം ഇതിനകത്ത് പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് തന്നിരിക്കുന്ന സിഗ്നൽ ഉണ്ടല്ലോ, തന്നിരിക്കുന്ന സിഗ്നലിനെ സപ്പോസ് തന്നിരിക്കുന്ന സിഗ്നൽ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് അതൊരു പീരിയോഡിക് സിഗ്നൽ ആയിരിക്കും, അതിൻ്റെ ഒരു ടൈം ഇൻ്റർവൽ എടുക്കുക. ആ ഒരു ടൈം ഇൻ്റർവൽ എടുത്തിട്ട് ഈ ഒരു എക്സ്പ്രഷനിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സമ്മേഷൻ n tends to minus infinity to plus infinity Cn e raised to j n omega 0 t, where Cn is ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് നോക്കാം, അപ്പം കൂടുതൽ കാര്യങ്ങൾ പിടികിട്ടും. ഇതാണ് എക്സ്പൊണൻഷ്യൽ ഫോറിയർ സീരീസ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.